ബർത്ത്ഡേ പാർട്ടി ഇത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. റെഡി ടിഷ്യൂ കഴിക്കണ്ടോ? ഗ്ലാസ് വേണം. അപ്പല്ലേ നമ്മൾ ഇന്ന് എങ്ങോട്ടാ ഇത്രയും മാറ്റിയിറങ്ങി പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? വേറൊന്നല്ല, എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മൾ ഒട്ടും വൈകണ്ട, വേഗം പോയാലോ. അപ്പോൾ അത് ബർത്ത്ഡേ ഒക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് സംഭവമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പം ഞാനുള്ളത് കഫേ എന്ന് പറഞ്ഞാൽ ജ്യൂസി ബോക്സ് ആണ്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ നിന്നായിരുന്നു. നമ്മളന്ന് ഫാമിലി ആയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ആയാലും എല്ലാം ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളൊന്നുമില്ല, എൻ്റെ 2 ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവൾ തന്നെയാണ്. ഒരാൾ മസ്നു ആണ്, ഒരാൾ നമ്മുടെ ഷംസിയാണ്. ഷംസിനെ നിങ്ങൾക്ക് ആ ഒരു പേരിനായിട്ടിലും നമ്മുടെ നോക്കി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവർ 2 പേരാണ് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ 2 പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ കേക്കൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കേക്ക് ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഇവരോട് കുറച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ ഇവർ ഏത് കേക്ക് അയച്ചാൽ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും കേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. ഇവിടെ ബർത്ത്ഡേ പാർട്ടി ആയാലും എല്ലാത്തരം പാർട്ടികൾ ഇവർ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങളിതാ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കാനും സംസാരിച്ചിരുന്ന് നല്ല ചില്ലായിട്ട് വൈബൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറ്റില്ല നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആനിവേഴ്സറിയോ ബർത്ത്ഡേ എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് ഇതാക്കാം. അപ്പം ഞാനിതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പേര് നമ്മൾ വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എല്ലാവരോടും പറയണം, എല്ലാവർക്കും താങ്ക് യു. തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പം എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് മസ്നൂന് ഇപ്പോൾ ദാ പുതിയൊരാളൂടെ ഉണ്ട്, ഇവളുമാണ്. 2 പേരുമാണ് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ മസ്നു ആണ്. ചെറുപ്പം മുതലുള്ള എൻ്റെ കൂട്ടുകാരിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് നമ്മളെ ഷംസിട്ട. അപ്പം ഇവർ 2 പേർക്കും ഒരു ട്രീറ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങോ ഇവർക്കൊരു ഫുഡ് കൊടുക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു 4 മണി ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി. നമ്മുടെ മോർണിംഗ് ഒക്കെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. ഈവനിങ് ആയാലും നല്ല വൈബൊക്കെ കണ്ട് നല്ല കോടയൊക്കെ ഉണ്ടാവും കേട്ടോ മോർണിംഗ്, മഴേൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വാഞ്ചോ കേക്കായിരുന്നു നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ആയാലും നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. വീഡിയോയിൽ മാത്രമല്ല എപ്പോഴും മാലായിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. എപ്പോൾ തുടങ്ങിയാൽ കേട്ടോ നമ്മൾ ഒരുപാട് തരം ഫ്രണ്ട്ഷിപ്പാണ്. 1ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്സാണ്. ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ നമുക്കൊരു പേര് കിട്ടുന്നില്ല. അതെന്തേരി പിന്നല്ലേ നമ്മളെ സിമിൻ്റെ ബർത്ത്ഡേ ആണ് തന്നെ. അപ്പം ഞാൻ ഓക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടാട്ട് വന്നത്. അപ്പം നമുക്ക് കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ നോക്കിയുടെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആളിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് പോയി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്തായാലും ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. ഓക്കെ.
കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. രണ്ടാളും പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതാ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാർട്ടിയൊക്കെ കൊടുത്തതായിരുന്നു. അപ്പോൾ ഈ ഒരു ആംബിയൻസും അതുപോലെ തന്നെ ഈ ഒരു കഫേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ആനിവേഴ്സറിക്ക് നമ്മൾ ഫാമിലി ആയിട്ട് കട്ട് ചെയ്തിരുന്ന അതേ സ്പോട്ട് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോ ഇട്ട ടൈമിൽ കുറേ പേര് ചോദിച്ചൊരു ഇതാണ്. അപ്പോൾ ഇല്ലേ എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഇത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്താണ് ഫുഡൊക്കെ ഇഷ്ടമായോ? അല്ല കഴിക്കാം, അതിന് മുന്നേ സെറ്റ് ചെയ്തത് ഇഷ്ടമായോ? അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇൻസ്റ്റഗ്രാമിൽ റീൽ എടുത്ത ടൈമിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ കഫേ, എങ്ങനെയാണ് ഇവിടെ ബുക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ. അപ്പം ഇവർ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെ ബുക്കിംഗ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ഈ ഒരു പരിപാടി പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ തന്നെ ആ ഒരു കോൺടാക്റ്റ് വെച്ചിട്ട് ഞാൻ കേക്ക് ഇവരോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എനിക്ക് ഇവിടുന്ന് കുറച്ച് ലോങ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കേക്ക് കൊണ്ടുപോകാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും അവരോട് ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ ഒക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. ഫുഡായാലും നമുക്ക് എന്തായാലും ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് വരികയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടൊന്ന് സംസാരിച്ചിരിക്കാൻ നല്ലൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വലിയ പരിപാടിയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സാകെ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കണമെന്ന് അത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റിൽ ഇക്കാടെ കൂടെ പുറത്ത് പോകണം എന്നൊക്കെ ഉള്ളൂ ഒരു ചെറിയൊരു പ്ലാനിങ് ഉള്ളായിരുന്നു. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല. ചെറിയൊരു കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ 2 ഫ്രണ്ട്സാകെ എന്തെങ്കിലും ഫുഡ് കൊടുക്കണമെന്ന് അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തു. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എവിടെയാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിൽ പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയ പാർട്ടി ഒന്ന് കണ്ടാലോ? സംഭവം ആ പാട്ടൊന്ന് പാടിയാ? പാടൂല? അതെന്താകും മിമ്മ കാണിച്ചരാ. എന്താ ഇന്ന് ഉമ്മച്ചിന്റെ എന്ത് ദിവസാ പറയ്? എന്നിട്ട് ഉമ്മച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് എന്നാ സുട്ടി? അതെന്തോ ഒന്നും തരാത്തേ? അപ്പൊ നിങ്ങളെ കാലൊന്ന് മാറ്റിയെടുത്താണി. എന്താ കേക്കോ? അപ്പൊ ഉമ്മച്ചിക്ക് എന്താ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്? ഒന്നുമില്ല. മമ്മാക്കും മകനൂടി കൊണ്ടുവന്ന ലേസ് രസമുണ്ടോ? 2 പേര് തന്ന ഗിഫ്റ്റാണ്. എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഷംസി തന്നിട്ട് നമ്മൾ നോക്കി തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഒരു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യേ.
അപ്പൊ ഇതാ നല്ലൊരു എൻ്റെ ഒരു ഫോട്ടോ അത് ഫ്രെയിം ചെയ്തിട്ടാണ് ആള് തന്നിട്ടുള്ളത് കേട്ടത്. നല്ല ഭംഗിയില് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് നമ്മുടെ കുഞ്ഞാപ്പ് ഷൊർണൂരിന്റെ വീട്ടിൽ പോയ ടൈമിൽ ട്രെയിനിൽ എടുത്തൊരു പിക്കാണ്. അപ്പൊ അതാണ് അവള് എനിക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മസ്നൂരന്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഓപ്പൺ ചെയ്യുക. അപ്പൊ ആളെനിക്ക് തന്നിട്ടുള്ള ഒരു ചുരിദാറാണ് ഗൈസ്. അപ്പൊ അത് ആളെനിക്ക് തന്നിട്ടൊരു പാകിസ്ഥാനി ചുരിദാറാണ്. അപ്പൊ 2 ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത്? അപ്പം നമ്മുടെ മസ്നൂന് അതാ നല്ലൊരു പാകിസ്ഥാനി ഒരു ഔട്ട്ഫിറ്റ് ആട്ടെ എനിക്ക് തന്നിട്ടുള്ള ഒരു ബ്ലൂ ഔട്ട്ഫിറ്റാണ്. സംഭവം നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റാണ് ഗൈസ്. അപ്പോൾ പിന്നെതാ നമ്മുടെ ഷംസിത നല്ലൊരു ഫ്രെയിം വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പ് ഷൊർണൂരിൻ്റെ വീട്ടിലേക്ക് ഞാൻ ട്രെയിനിൽ പോയപ്പോഴുള്ളൊരു പിക്ക് ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഫ്രെയിം ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചില സർപ്രൈസും ഗിഫ്റ്റൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലേ. അപ്പോൾ അത് നല്ലൊരു ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സുകൾ തന്നെയാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റ്. ഞാൻ ഇക്കയുടെ കൂടെ ഒരു നൈറ്റ് റൈഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഫുഡൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ വെറൈറ്റീസൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് കാണാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇക്ക റെഡി ആയിട്ട് ഇക്കും ഞാനിവിടെയാണ് പോകുന്നത്. ഹസ്ബൻഡ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു പുറത്ത് മഴയുണ്ട്. പിന്നെ ആൾക്ക് ചിലപ്പം മൂടാണ് വരണമെന്ന്, ചിലപ്പം വരില്ല എന്ന് പറയില്ല. എന്തായാലും അവനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇക്കയോടും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇക്കയുടെ എൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്താണെന്ന് നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഞാൻ ഇക്കയോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നിപ്പോ എൻ്റെ ബർത്ത്ഡേക്ക് എന്താ നിങ്ങളെ വക സർപ്രൈസ് പറയൂ? കപ്പ ബിരിയാണിയോ? എന്താന്ന് അറിയില്ല. എന്താ വെറൈറ്റി ഒക്കെ വാങ്ങി തരാൻ എനിക്ക് കൊണ്ടുപോണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് പോയി തരാം. എങ്ങനെയുണ്ട് മഴ? അടിപൊളി മഴയും നല്ല അടിപൊളി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് പോവല്ലോ നമ്മള്. ഈ ഒരു മഴയുടെ വൈബില് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ ഗൈസ്. അപ്പൊ നമ്മളിതാ ഒരു പാലത്തിന്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മഴയും നല്ല ചായയും അടിപൊളിയല്ലേ? എന്നാ വിട്ടാലോ? അപ്പം നമ്മളിതാ ഒരു പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമ്മളൊരു നല്ല അടിപൊളി ചായ കുടിക്കാൻ ഞാനിവിടെ ഇതാ റൈഡിന് ഇറങ്ങുകയാണ്. മഴ കൊണ്ടിട്ടുള്ള റൈഡിന്. എന്നാ വിട്ടോളൂക്കാ. അപ്പോൾ എനിക്ക് ഇക്ക തന്നിട്ടുള്ള സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫുഡൊക്കെ വാങ്ങിത്തരാമെന്നാണ്. അപ്പോൾ എനിക്കത് മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വൈബിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല മഴയത്ത് ഇതുപോലൊരു കിടിലൊരു ആംബിയൻസിൽ ഒരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാമെന്ന് എനിക്ക് കുറേ ദിവസമായി ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു കിടിലൊരു സ്പോട്ടിലാണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ആംബിയൻസ് ആയാലും അവിടുത്തെ ഇരിപ്പിടായാലും ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നല്ല ചാറ്റലും മഴയും. മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു നമ്മളവിടെ എത്തിയ ടൈമിൽ ചെറുതായിട്ടൊന്ന് മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് തന്നെ പറയാം. എന്തായാലും നല്ല മഴയും ആ ഒരു ഫുഡും ചായയൊക്കെ ആയിട്ടൊരു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ബർത്ത്ഡേ പാർട്ടി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിതാ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഈ മഴയൊക്കെ കൊണ്ടിരിക്കാൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നതിൻ്റെ ശേഷം നമുക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മളിതാ ഇക്ക എന്തൊക്കെയോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇക്ക എന്താ ഓർഡർ ചെയ്ത്? നല്ല മഴയല്ലേ? ഇറച്ചിപ്പുട്ടും ബോയിലിറച്ചിയും ബീഫും നല്ല മഴയും ചായയും അടിപൊളിയല്ലേ? പുറത്ത് ഗൈസ് നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയും നല്ലൊരു ആംബിയൻസിൽ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കണ്ടില്ലേ, നല്ല മഴയുണ്ട് പുറത്ത്. എന്നാ കഴിച്ചോളൂ. എന്താ ഇത്?
ഇറച്ചിപ്പുട്ട്. അടിപൊളി. അത് നമ്മുടെ മൊയില് നിങ്ങളവിടെ നല്ല ക്ലിയർ ഉണ്ട്. ഉണ്ടോ? ഇതെന്താ പറയുക, മൊയിലർച്ചയല്ല ഗൈസ്, മൊയിലർച്ച. തിന്നോ. അപ്പോൾ ഇത് നല്ല പുറത്ത് നല്ല മഴയുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ പഴംപൊരി, നമ്മുടെ ബീഫും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. കുറേ മുന്നേ ഇറങ്ങിയതാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എന്താ ടേസ്റ്റിയാണ് പറയുന്നത്. പുറത്ത് നല്ല മഴയുണ്ട് ഗൈസ്. അപ്പോൾ ഞാനൊരു പഴംപൊരി എടുത്തിട്ടുണ്ട്. കുറേ ആയി കഴിക്കണം വിചാരിച്ചതിൽ കഴിച്ചിട്ടില്ല. സംഭവം കൊള്ളാട്ടോ. അപ്പം ഇങ്ങനെ കഴിച്ചവരെ ഇഷ്ടപ്പെട്ടോലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മഴയും ഐസ്ക്രീമും, ഐസും ഗൈസ്. ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ കേറണ്ടോ? ഗ്ലാസ് വെള്ളമാവും. ഞാൻ പെരക്കോടല്ലേ? ഇങ്ങനെ പെരക്കോടല്ലേ? എന്തൊക്കാ